അപ്പൊ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഗ്രി പ്രിലിംസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. തീർച്ചയായും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നും അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. There is little water in the glass. There is little water in the glass. ഈ സെന്റൻസ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, there is little എന്ന് കണ്ടാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സെന്റൻസിൽ ലിറ്റിൽ എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം ആ സെന്റൻസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. there is little എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നൽ, നിൽ അല്ലെങ്കിൽ നത്തിങ് എന്നാണ് അർത്ഥം. അപ്പൊ there is little water in the glass എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി a little എന്നോ the little എന്നോ ആണ് സെന്റൻസിൽ ഉള്ളതെങ്കിൽ, ഇപ്പൊ a little എന്നോ the little എന്നാണ് സെന്റൻസിൽ വരുന്നതെങ്കിൽ അവിടെ ഒരു കുറച്ച് ക്വാണ്ടിറ്റി എങ്കിലും ഉണ്ടെന്നാണ് അർത്ഥം. സ്മോൾ ക്വാണ്ടിറ്റി ആണ് a little the little കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 70 kilograms dash more than anyone can lift. 70 kilograms dash more than anyone can lift. ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വെർബ് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, 70 kilograms എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ സബ്ജക്ട് അല്ലെ. ആ ഒരു സബ്ജക്റ്റിനനുസരിച്ചുള്ള വെർബാണ് വരേണ്ടത്. 70 kilograms എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കത് പ്ലൂറൽ ആയിട്ട് തോന്നും, കിലോഗ്രാംസ് എന്ന് പറയുന്നു. അപ്പൊ അത് അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഷർമെന്റ്സ് ആയ ടൈം, ഡിസ്റ്റൻസ്, വെയിറ്റ് ഇതെല്ലാം നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യാനുള്ളത്. ഇവയുടെ കൂടെ വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പൊ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇതിന്റെ കൂടെ വരുന്ന വെർബുകൾ ഈസോ, വാസോ, ഹാസോ ഒക്കെ ടെൻസ് അനുസരിച്ച് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ മെഷർമെന്റ്സ് ആയ ടൈം, ഡിസ്റ്റൻസ്, വെയിറ്റ് എപ്പോഴും നിങ്ങൾ സിംഗുലർ ആയിട്ട് മനസ്സിലാക്കുക. അതിന്റെ കൂടെ വരുന്ന വെർബും സിംഗുലർ ആയിരിക്കും. ഇനി അടുത്ത് നോക്കാം, ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. ഇവിടെ ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഫിൽ ചെയ്യാനുള്ളത്. നമ്മൾ മനസ്സിലാക്കാതെ ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. മനസ്സിലായി? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാഗ് എപ്പോഴും എങ്ങനെ വരും? ഐ ആം എന്നാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ടാഗ് ആർഎൻ ചെയ്യായിരിക്കും. അപ്പൊ ഇത് ഓർത്ത് വയ്ക്കാം. അപ്പൊ നമ്മൾ ഇന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. തീർച്ചയായും നിങ്ങൾക്ക് എക്സാംസിന് യൂസ്ഫുൾ ആകും. അപ്പൊ നമുക്ക് ഒത്തിരി ടിപ്സും ക്ലാസ്സുകളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.